കോടഞ്ചേരി മീഡിയ സന്ധ്യാ വാർത്തയിലേക്ക് സ്വാഗതം. വിധി വിനയത്തോടെ സ്വീകരിക്കുന്നു, ജനസേവനം തുടരും, ബിജെപിയെ അഭിനന്ദിച്ച് കേജ്രിവാൾ. ഡൽഹി തിരഞ്ഞെടുപ്പിലെ ജനവിധി വളരെ വിനയത്തോടെ സ്വീകരിക്കുന്നുവെന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ. ഈ വിജയത്തിനു ബിജെപിയെ അഭിനന്ദിക്കുന്നുവെന്നും ജനങ്ങൾക്കു നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും അവർ നിറവേറ്റുമെന്നു പ്രതീക്ഷിക്കുന്നതായും അരവിന്ദ് കേജ്രിവാൾ പറഞ്ഞു. ഡൽഹി തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിനു പിന്നാലെയായിരുന്നു വീഡിയോ സന്ദേശത്തിലൂടെ കേജ്രിവാൾ പ്രതികരിച്ചത്. കഴിഞ്ഞ 10 വർഷമായി ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം എന്നീ മേഖലകളിൽ വളരെയധികം പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി. ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷത്തിന്റെ പങ്കുവഹിക്കുക മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ തുടരുകയും അവരെ സേവിക്കുന്നത് തുടരുകയും ചെയ്യും, അരവിന്ദ് കേജ്രിവാൾ പറഞ്ഞു. ബിജെപി നേതാവ് പർവേശ് വർമ്മയാണ് കേജ്രിവാളിനെതിരെ അട്ടിമറി വിജയം നേടിയത്. 4089 വോട്ടുകൾക്കായിരുന്നു ഡൽഹി മുൻ മുഖ്യമന്ത്രി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തകർച്ചയാണ് AAP നേരിട്ടത്. 70 സീറ്റുകളിൽ 23 ഇടത്തു മാത്രമാണ് AAP ലീഡ് ചെയ്യുന്നത്. കേജ്രിവാളിന്റെ തലയ്ക്ക് പിടിച്ചത് മത്തനയും മിഡിൽ ക്ലാസ് ബജറ്റിന്റെ ലക്ഷ്യമിതായിരുന്നു. ബിജെപിയുടെ ദില്ലി ചലോ ഇങ്ങനെ. ന്യൂഡൽഹി കാൽനൂറ്റാണ്ടിനു ശേഷം തലയെടുപ്പോടെ തലസ്ഥാനം തിരിച്ചുപിടിച്ച് ബിജെപി. ഡൽഹിയിൽ തുടങ്ങി പഞ്ചാബും പിടിച്ചെടുത്ത് മുന്നേറിയ AAPയുടെ അശ്വമേധത്തിനു തിരിച്ചടി. ലോക്സഭയിലും സംസ്ഥാനങ്ങളിലും ജയിച്ചു മുന്നേറിയ ബിജെപിയുടെ ജൈത്രയാത്രയിൽ കല്ലുകടിയായിരുന്നു തലസ്ഥാനത്ത് അരവിന്ദ് കേജ്രിവാളിന്റെ വെല്ലുവിളി. കേജ്രിവാളിനെയും AAPയെയും ഉന്നമിട്ട മാസങ്ങളായി ബിജെപി നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് ആപ്പിന്റെ പതനത്തിന് വഴിയൊരുക്കിയത്. കോൺഗ്രസ് എന്ന ഗോലിയാത്തിനെ അടിച്ചിട്ട് 11 വർഷത്തോളം അധികാരത്തിലിരുന്ന AAP ഇനി അധികാര രാഷ്ട്രീയത്തിനു പുറത്ത്. മോദി മാജിക്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നേടിയെടുത്ത വൻവിജയം നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബിജെപി ആവർത്തിച്ചു. കാൽനൂറ്റാണ്ട് അധികാരത്തിൽ നിന്ന് പുറത്തുനിന്നതിനു ശേഷം ബിജെപി തിരിച്ചുവരവ് നടത്തിയ നിർണായക തിരഞ്ഞെടുപ്പ് കൂടിയായി മാറുകയാണ് ഡൽഹിയിലേത്. അന്ന് തർക്കങ്ങളിൽ കളഞ്ഞുകുളിച്ച ഡൽഹി ഭരണം 1993 നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ബിജെപി ആദ്യമായി ഡൽഹിയിൽ അധികാരത്തിലെത്തിയത്. അന്ന് 70-ൽ 49 സീറ്റെന്ന മികച്ച ഭൂരിപക്ഷം ബിജെപിക്കു ലഭിച്ചിരുന്നു. മദൻ ലാൽ ഖുറാനയുടെ നേതൃത്വത്തിലായിരുന്നു ആ വിജയം. മാതൃകാഭരണം കാഴ്ചവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പാർട്ടിയിലെ പടലപിണക്കങ്ങൾ മൂലം ഭരണം തുടക്കത്തിലേ പാളി. തർക്കം തീർക്കാൻ 1996-ൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഖുറാനയ്ക്കു പകരം സാഹിബ് സിംഗ് വർമ്മയെത്തി. 1998-ൽ വീണ്ടും തലമാറി. നിയമസഭയിൽ അംഗമല്ലാതിരുന്ന സുഷമ സ്വരാജിനായിരുന്നു മുഖ്യമന്ത്രി നിയോഗം. കേന്ദ്രമന്ത്രി പദവി രാജിവെച്ച സുഷമ 52 ദിവസം അധികാരത്തിലിരുന്നു. പിന്നാലെ ഷീലാ ദീക്ഷിത് യുഗത്തിലേക്ക് തലസ്ഥാനം വഴിമാറി. പോലീസ് ഓഫീസറായിരുന്ന കിരൺ ബേദിയെ വരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു നോക്കിയെങ്കിലും ബിജെപിക്ക് ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ല. മോദിയുടെ തേരോട്ടം തടഞ്ഞ കേജ്രിവാൾ 2014-ൽ മോദി അധികാരത്തിലെത്തിയെങ്കിലും ഡൽഹി ഭരണം ബാലികേറാമലയായി തുടർന്നു. 2014, 2019, 2024 പൊതുതിരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിച്ച ബിജെപിക്കു പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ മികച്ച വിജയം ആവർത്തിക്കാൻ സാധിച്ചിരുന്നില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പു കാലത്ത് വൻ പ്രഖ്യാപനങ്ങളുമായി AAPയും കേജ്രിവാളും രംഗത്തെത്തുന്നതോടെ ലോക്സഭ, നിയമസഭാ വോട്ടിംഗ് പാറ്റേണിലും ഈ വ്യത്യാസം പ്രകടമായി. എന്നാൽ ഇക്കുറി ബിജെപി അതും വരുതിയിലാക്കി. തുടർച്ചയായ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിയ AAPയെ ജനങ്ങൾ കൈവിട്ടു. 11 വർഷം അധികാരത്തിലിരുന്നതോടെ ശക്തമായ ഭരണവിരുദ്ധ വികാരം AAPക്കെതിരെ ആഞ്ഞടിച്ചു. ഔട്ടർ ഡൽഹിയിലും മറ്റുമായി മധ്യവർഗത്തിന്റെ വോട്ടുറപ്പിക്കാൻ ബിജെപിക്ക് ഇതിലൂടെ സാധിച്ചു. മിഡിൽ ക്ലാസ് ബജറ്റ്, അഴിമതിക്കാർക്ക് അഴി, ആപ്പിന് നില തെറ്റിയത് ഇങ്ങനെ. ഇതിനു പുറമെയായിരുന്നു 3ാം മോദി സർക്കാരിന്റെ ബജറ്റ് അവതരണം. AAPയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ അണിയായിരുന്നു നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ്. മധ്യവർഗത്തെ കൂടുനിർത്തുന്ന ജനപ്രിയ ബജറ്റെന്ന രീതിയിൽ വലിയ പ്രചാരണം ഡൽഹിയിൽ ബിജെപി നടത്തി. മദ്യന അഴിമതി മുതൽ യമുനയിലെ വിഷജല പരാമർശം വരെ ബിജെപി ആയുധമാക്കി. അഴിമതിക്കെതിരെ ഒരിക്കൽ ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടി തന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ മദ്യന അഴിമതിയിൽ പ്രതിക്കൂട്ടിലായതോടെ ബിജെപി അവസരം നന്നായി മുതലെടുത്തു. അതേസമയം ഡൽഹി ഭരണം പിടിച്ചെടുത്ത ബിജെപിയുടെ മുന്നിലെ അടുത്ത കടമ്പ മുഖ്യമന്ത്രിയായി ആരെ തിരഞ്ഞെടുക്കും എന്നതാണ്. ഡൽഹി ബിജെപി അധ്യക്ഷനായ വീരേന്ദ്ര സച്ദേവ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. ജനങ്ങള് മാറ്റത്തിനു വേണ്ടി വോട്ട് ചെയ്തു, പരാജയപ്പെട്ടവർ കഠിനമായി പരിശ്രമിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി. കൽപ്പറ്റ, ഡൽഹിയിലെ ജനങ്ങള് മാറ്റത്തിനു വേണ്ടി വോട്ട് രേഖപ്പെടുത്തിയെന്നും കാര്യങ്ങൾ നടക്കുന്ന രീതിയിൽ ജനങ്ങൾ അസംതൃപ്തരായിരുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി. ജനങ്ങള് മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന കാര്യം തിരഞ്ഞെടുപ്പിനു മുൻപേ നടന്ന പാർട്ടി യോഗങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. വിജയികൾക്ക് അഭിനന്ദനങ്ങളെന്നും പ്രിയങ്ക പറഞ്ഞു. പരാജയപ്പെട്ടവര് കൂടുതൽ കഠിനമായി പരിശ്രമിക്കുകയും ആളുകളുടെ വിഷയങ്ങളിൽ പ്രതികരിക്കുകയും വേണമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. രാവിലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനു ഫലം ഇതുവരെ പരിശോധിച്ചിട്ടില്ലെന്നും പറയാൻ സമയമായിട്ടില്ലെന്നുമായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം. 3 ദിവസത്തെ സന്ദർശനത്തിനായി തന്റെ ലോക്സഭാ മണ്ഡലമായ വയനാട്ടിലെത്തിയതായിരുന്നു പ്രിയങ്ക. പീഡനശ്രമത്തിനിടെ അക്രമി റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ടു, യുവതിയുടെ ഗർഭസ്ഥ ശിശു മരിച്ചു. ചെന്നൈ, വെല്ലൂരിൽ പീഡനശ്രമത്തിനിടെ യുവാവ് റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ട യുവതിയുടെ ഗർഭസ്ഥ ശിശു മരിച്ചു. ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചതായി ഡോക്ടർമാർ അറിയിച്ചു.
36-കാരിയായ ആന്ധ്ര സ്വദേശിനി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. വ്യാഴാഴ്ച രാത്രിയാണ് യുവതിക്കു നേരെ ട്രെയിനിൽ ആക്രമണമുണ്ടായത്. തിരുപ്പൂരിലെ വസ്ത്രനിർമ്മാണ ശാലയിൽ ജോലി ചെയ്യുന്ന യുവതി തിരുപ്പതിയിലേക്കുള്ള ഇന്റർസിറ്റി എക്സ്പ്രസിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു സംഭവം. ജോലാർപേട്ട സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെടാൻ തുടങ്ങുമ്പോൾ പ്രതിയായ ഹേമരാജ് ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് ഓടിക്കയറി അബദ്ധത്തിൽ ബോഗി മാറി കയറിയതാണെന്നാണ് യുവതി കരുതിയത്. അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാമെന്ന് പറഞ്ഞ ഇയാൾ യുവതി ശുചിമുറിയിലേക്ക് പോയപ്പോൾ പിന്തുടർന്നെത്തി കയറിപിടിക്കുകയായിരുന്നു. നിലവിളിച്ച യുവതി തന്നെ വെറുതെ വിടണമെന്ന് അപേക്ഷിച്ചെങ്കിലും മദ്യലഹരിയിലായിരുന്ന ഹേമരാജ് തയ്യാറായില്ല. കവനൂറിന് സമീപമെത്തിയപ്പോൾ ഇയാൾ യുവതിയെ റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ടു. ട്രാക്കിൽ പരുക്കുകളോടെ കണ്ടെത്തിയ യുവതിയെ പ്രദേശവാസികളാണ് ആശുപത്രിയിലെത്തിച്ചത്. കൊപ്പത്തിനു സമീപം പൂഞ്ചോല എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഹേമരാജിനെ പിടികൂടിയത്. ദേശീയ വനിതാ കമ്മീഷൻ തമിഴ്നാട് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുവതിക്ക് 50,000 രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് റെയിൽവേ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. യുവതിയുടെ കൈക്കും കാലിനും പൊട്ടലുണ്ട്, തലയിലും മുറിവേറ്റിട്ടുണ്ട്. കൊല്ലത്ത് ഹോസ്റ്റൽ കെട്ടിടത്തിലെ സ്ലാബ് തകർന്ന അപകടം, ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കൊല്ലം ചാത്തന്നൂരിൽ ഹോസ്റ്റൽ കെട്ടിടത്തിലെ സ്ലാബ് തകർന്നു വീണ് പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. തൃശൂർ സ്വദേശിനി മനീഷ 25 ആണ് മരിച്ചത്. ചാത്തന്നൂർ MES കോളേജ് ഹോസ്റ്റലിൽ ചൊവ്വാഴ്ചയാണ് അപകടമുണ്ടായത്. ഫോണിൽ സംസാരിച്ചിരിക്കെ 4ാം നിലയിലെ സ്ലാബ് തകർന്ന മനീഷയും സുഹൃത്ത് സ്വാതിയും അപകടത്തിൽപ്പെടുകയായിരുന്നു. മനീഷയും സ്വാതിയും മെഡിസിറ്റി ആശുപത്രിയിലെ പാരാമെഡിക്കൽ ജീവനക്കാരാണ്. കേരളത്തിൽ നാളെ ഉയർന്ന താപനില മുന്നറിയിപ്പ്. 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യത. തിരുവനന്തപുരം. കേരളത്തിൽ നാളെ ഫെബ്രുവരി 9 ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ പൊതുജനങ്ങൾ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണെന്നും അറിയിപ്പുണ്ട്. പകൽ 11 മുതൽ 3 മണി വരെ നേരിട്ട് തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. പരമാവധി ശുദ്ധജലം കുടിക്കുക. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുക. മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകല് സമയത്ത് ഒഴിവാക്കുക. അയഞ്ഞ, ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ORS ലായനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുക. പൊതുപരിപാടികൾ, സമ്മേളനങ്ങൾ എന്നിവ നടത്തുമ്പോൾ ആവശ്യമായ കുടിവെള്ളം, തണൽ എന്നിവ ലഭ്യമാണെന്ന് സംഘാടകർ ഉറപ്പുവരുത്തുക. പകൽ 11 മുതൽ വൈകുന്നേരം 3 വരെ കഴിവതും സമ്മേളനങ്ങൾ ഒഴിവാക്കുക. അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുക. വൈദ്യസഹായം തേടുക. അനന്തുവിന്റെ തട്ടിപ്പ് 2 രീതിയിൽ. കൊച്ചി. അനന്തുവിന്റെ പാതിവില തട്ടിപ്പ് 2 രീതിയിലായിരുന്നു. സ്വന്തമായി രൂപീകരിച്ച സിഡ് സൊസൈറ്റി എന്ന സംഘടന വഴിയും NGOകളെ ഒരുമിച്ച് ചേർത്ത് രൂപീകരിച്ച NGO കോൺഫെഡറേഷനിലൂടെയുമായിരുന്നു തട്ടിപ്പ്. 2022 സെപ്റ്റംബറിലാണ് പ്രാദേശിക തലത്തിൽ 2500ഓളം സന്നദ്ധ സംഘടനകളെ ഒരുമിപ്പിച്ച് KN ആനന്ദകുമാർ ചെയർമാനായി NGO കോൺഫെഡറേഷൻ രൂപീകരിക്കുന്നത്. പിന്നീട് അനന്തകൃഷ്ണൻ ഇതിന്റെ ദേശീയ കോഓർഡിനേറ്റർ, സംസ്ഥാന സെക്രട്ടറി എന്നീ പദവികളിലെത്തി. ഇതിനു പിന്നാലെയായിരുന്നു തട്ടിപ്പ്. പദ്ധതി നടത്തിപ്പിനായി 175 NGOകളെ ഇംപ്ലിമെന്റിംഗ് ഏജൻസികളും 2075 സന്നദ്ധ സംഘടനകളെ സപ്പോർട്ടിംഗ് ഏജൻസികളുമാക്കി. നാട്ടുകാരെ സമീപിക്കുന്നതും പണം വാങ്ങുന്നതും ഈ ഇംപ്ലിമെന്റിംഗ് ഏജൻസികളായിരുന്നു. അതിനുശേഷം ഉപകരണം വാങ്ങിത്തരുന്ന കൺസൾട്ടിംഗ് ഏജൻസികളെന്ന പേരിൽ 3 കമ്പനികളെ പരിചയപ്പെടുത്തി. കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സോഷ്യൽ ബിവെഞ്ചേഴ്സ്, ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ, പ്രൊഫഷണൽ സർവീസ് ഇന്നവേഷൻ ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറാനായിരുന്നു ഇംപ്ലിമെന്റിംഗ് ഏജൻസികൾക്കുള്ള നിർദ്ദേശം. ഇവ 3ഉം അനന്തകൃഷ്ണന്റെ സ്വന്തം കമ്പനികളായിരുന്നു. ഇത്തരത്തിൽ പണം അക്കൗണ്ടിലേക്ക് എത്തിയതോടെയാണ് നാട്ടുകാരുടെ പണം അനന്തകൃഷ്ണന്റെ പക്കലായത്. പോലീസ് കേസിനും അനന്തകൃഷ്ണന്റെ അറസ്റ്റിനും പിന്നാലെ ഇയാളുടെ ജീവനക്കാരിൽ പലരും ഒളിവിലാണ്. ഇവരെ ബന്ധപ്പെടാൻ അന്വേഷണ സംഘം ശ്രമിച്ചെങ്കിലും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ജില്ലയിലടക്കം വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അനന്തുവിനെതിരെ പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജീവനക്കാരെ ചോദ്യം ചെയ്യും. ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും CSR ഫണ്ട് ലഭ്യമായിട്ടില്ലെന്ന് ചോദ്യം ചെയ്യലിൽ അനന്ത് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അനന്തകൃഷ്ണൻ രൂപീകരിച്ച ട്രസ്റ്റിൽ 5 അംഗങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരം. ആക്ടിംഗ് ചെയർപേഴ്സണ് പുറമെ 4 ട്രസ്റ്റ് അംഗങ്ങളും. ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ട്രസ്റ്റ് രൂപീകരിച്ചത്. തട്ടിപ്പിനായി സംസ്ഥാനത്തൊട്ടാകെ രൂപീകരിച്ചത് 2500 NGOകളാണെന്നും പോലീസ് കണ്ടെത്തി. ചെമ്പുകടവ് സെന്റ് ജോർജ് പള്ളിയിൽ ഇടവക തിരുനാളിന് കൊടിയേറി. കോടഞ്ചേരി. ചെമ്പുകടവ് സെന്റ് ജോർജ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. കൊടിയേറ്റ് കർമ്മം ഇടവക വികാരി ഫാദർ ഷിബിൻ തിട്ടയിൽ നിർവഹിച്ചു. തിരുനാൾ തിരുകർമ്മങ്ങൾ 2025 ഫെബ്രുവരി 8
ഉച്ചകഴിഞ്ഞ് 3:30 തിരുസ്വരൂപ പ്രതിഷ്ഠ, 4:30 ആഘോഷമായ വിശുദ്ധ കുർബാന, സന്ദേശം, നവവൈദികർ, താമരശ്ശേരി രൂപത, 6:30 ലതീഞ്ഞ് പ്രദക്ഷിണം. ചെമ്പുകടവ് കുരിശുപള്ളിയിലേക്ക് തിരുനാൾ സന്ദേശം. കുരിശുപള്ളിയിൽ 8:30 വാദ്യമേളങ്ങൾ, 9 ആകാശവിസ്മയം. 2025 ഫെബ്രുവരി 9 രാവിലെ 6 വിശുദ്ധ കുർബാന, 9 ആഘോഷമായ വിശുദ്ധ കുർബാന, സന്ദേശം. ഫാദർ കുര്യൻ താന്നിക്കൽ, റെക്ടർ മൈനർ സെമിനാരി താമരശ്ശേരി. 11 ലതീഞ്ഞ് പ്രദക്ഷിണം. കുരിശടിയിലേക്ക് സമാപന ആശീർവാദം, വാഹന വെഞ്ചരിപ്പ്, സ്നേഹവിരുന്ന്, കൊടിയിറക്കൽ. മാസ്കിന് ടാബ് കയ്യില് കരുതി, ഫോൺ പിടിച്ചുവാങ്ങി, നിരന്തരം ശല്യപ്പെടുത്തി. മുക്കം പീഡനശ്രമത്തിലെ അതിജീവിത. മുക്കം മാമ്പറ്റയിലെ ഹോട്ടലിൽ നടന്ന പീഡനശ്രമത്തിലെ ക്രൂരതകളെ വെളിപ്പെടുത്തി അതിജീവിത. വീടിന്റെ വാതില് തള്ളി തുറന്നാണ് ആക്രമിക്കാന് ശ്രമിച്ചത്. മാസ്കിന് ടാബ് ഉൾപ്പെടെ പ്രതികളെ കയ്യില് കരുതിയെന്നും പ്രതി ദേവദാസ് തന്റെ ഫോണ് പിടിച്ചുവാങ്ങിയെന്നും നിരന്തരം മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തിയെന്നും അതിജീവിതയുടെ വെളിപ്പെടുത്തൽ. രാജിവെക്കുമെന്ന് അറിയിച്ചപ്പോൾ ദേവദാസ് കാലില് വീണു. താന് അനുഭവിച്ച വേദന ദേവദാസും അറിയണമെന്ന് അതിജീവിത പറഞ്ഞു. ആശുപത്രിയിലെ ചികിത്സയിലായിരുന്ന അതിജീവിതയുടെ ആദ്യ പ്രതികരണമാണിത്. അതിജീവിത ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി. പീഡനശ്രമത്തിനിടെ കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേൽക്കുകയായിരുന്നു. സംഭവത്തില് മുക്കം മാമ്പറ്റയിലെ ഹോട്ടൽ ഉടമയായ 1-ാം പ്രതി ദേവദാസിനെ മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഹോട്ടൽ ഉടമ ഉപദ്രവിക്കാന് ശ്രമിച്ചപ്പോൾ താഴേക്ക് ചാടിയെന്നാണ് അതിജീവിത പോലീസിന് നൽകിയ മൊഴി. അതിക്രമിച്ചു കടക്കല്, സ്ത്രീകളെ ഉപദ്രവിക്കല് തുടങ്ങിയ വകുപ്പുകളെ ചേർത്താണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. വിവാഹ സൽക്കാരങ്ങളില് 300 മില്ലി കുടിവെള്ള ബോട്ടിലുകളും നിരോധിത പ്ലേറ്റുകളും ഉപയോഗിച്ചാല് കർശന നടപടി. കോഴിക്കോട് വിവാഹങ്ങളിലും മറ്റ് സ്വകാര്യ പരിപാടികളിലും 300 മില്ലി കുടിവെള്ള ബോട്ടിലുകളും നിരോധിത പ്ലേറ്റുകളും ഗ്ലാസുകളും ഉപയോഗിക്കുന്നതായി പരാതികള് ഉയർന്ന സാഹചര്യത്തിൽ പരിശോധന നടത്തി കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് എല്ലാ പൊതുപരിപാടികളും പൂർണ്ണമായും ഹരിത പ്രോട്ടോക്കോള് പാലിച്ചായിരിക്കണം എന്ന് സർക്കാരിന്റെ നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ജില്ലാ വേസ്റ്റ് മാനേജ്മെന്റ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തില് ജനുവരിയിൽ നടത്തിയ 231 പരിശോധനകളില് 800 കിലോയോളം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. 2,12,000 രൂപ പിഴ ഈടാക്കി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും പരിശോധനകൾ നടക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കാരിബാഗുകള്, കനം നോക്കാതെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള പേപ്പര് കപ്പുകള്, പേപ്പര് പ്ലേറ്റുകള്, ബൗളുകള്, 500 മില്ലിക്ക് താഴെയുള്ള കുടിവെള്ള ബോട്ടിലുകള്, പ്ലാസ്റ്റിക് ടേബിള് വിരികള്, തെർമോക്കോള്, സ്റ്റെയ്റോഫോം എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്ലേറ്റുകള്, കപ്പുകള്, അലങ്കാര വസ്തുക്കള്, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കപ്പുകള്, പ്ലേറ്റുകള്, സ്പൂണുകള്, ഫോർക്കുകള്, സ്ട്രോ, ഡിഷുകള്, നോൺ-വോവന് ബാഗുകള്, പ്ലാസ്റ്റിക് ഫ്ലാഗുകള്, പ്ലാസ്റ്റിക് ബണ്ടിംഗ്, പ്ലാസ്റ്റിക് വാട്ടർ പൗച്ചുകള്, പ്ലാസ്റ്റിക് ജ്യൂസ്, PVC ഫ്ലക്സ് മെറ്റീരിയല്, ഗാർബേജ് ബാഗുകള്, പാക്കറ്റുകള് എന്നിവ ഒഴിവാക്കണം. പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. നെല്ലിപ്പൊയിൽ മുരിക്കുംചാൽ കുരങ്ങൻപാറ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാക്കാൻ തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ എടുത്തപ്പോൾ വന്ന തകരാറാണ്. വാട്ടർ അതോറിറ്റിയെയും ജലജീവൻ അധികൃതരെയും വിവരം അറിയിച്ചെങ്കിലും നാളിതുവരെ നന്നാക്കാനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പ്രദേശവാസികൾ അറിയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.